ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2025 ഒരു 27D സ്റ്റഡി പ്ലാനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് 2 സ്റ്റഡി പ്ലാനാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം ഫുൾ ടൈം സ്റ്റഡി ചെയ്യാനും വേറൊരെണ്ണം വർക്കിംഗ് സ്റ്റുഡൻസിനാണ്. വർക്കിംഗ് സ്റ്റുഡൻസിനുള്ള ടൈം ടേബിൾ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം, ബിക്കോസ് കുറച്ച് ലെന്ത് കൂടുതലാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ ഫുൾ ടൈം സ്റ്റഡി, അതായത് പെർ ഡേ 4 to 6 hours സ്റ്റഡി ചെയ്യുന്ന രീതിയിലാണ് ഈ ടൈം ടേബിൾ ഷെയർ ആക്കാൻ പോകുന്നത്. ഈ എക്സാം പാറ്റേൺ എടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ 25, ആപ്റ്റിറ്റ്യൂഡിൽ 25 ആണ് വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് 15, ജനറൽ നോളജ് 5 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് എല്ലാം തന്നെ കവർ ചെയ്യുന്നത് പോലെ ആൻഡ് ഈ 27 ഡേയ്സിൽ ഈ സിലബസ് മൊത്തം നമുക്ക് കവർ ചെയ്യാനും പറ്റും, പ്ലസ് നമുക്ക് മോക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാനും പറ്റും. അങ്ങനെ ഒരു ഇതിലാണ് ടൈം ടേബിൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ മൊത്തം 4 വീക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് വീക്ക് മാക്സിമം റിവിഷനാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ജൂൺ 3 തൊട്ട് ജൂൺ 9 വരെയാണ്. അപ്പോൾ ജൂൺ 3 ഈ വീക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ, പിന്നെ മാത്സ്, ലോജിക്കൽ റീസണിങ്, ഇംഗ്ലീഷ്, ഇതെല്ലാത്തിൻ്റെ ഒരു മിക്സാണ്. അപ്പോൾ ഫസ്റ്റ് ആദ്യം തന്നെ non-CS സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടൈം ടേബിൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ബേസിക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ടൈം ഡിവൈഡ് ചെയ്തേക്കുന്നത് ഡെയിലി 4 to 6 hours ആണ്. ചിലർക്ക് പഠിക്കുന്ന ടോപ്പിക്സൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും, ചിലർക്ക് കുറച്ച് ഡിലേ ആവും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് 4 hours എടുക്കാം. ലൈക്ക് മോർണിംഗ് സെഷൻ 2 hours, ഈവനിങ് സെഷൻ 2 hours അങ്ങനെ എടുത്ത് പഠിക്കാം. അല്ലെങ്കിൽ മോർണിംഗ് സെഷൻ 3 hours, ഈവനിങ് 3 hours അങ്ങനെയും പഠിക്കാം. എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ബട്ട് ഇതിലിട്ടേക്കുന്നത് 4 to 6 hours ആ ഒരു റേഞ്ച് വെച്ചിട്ടാണ്. ആൻഡ് സബ്ജക്ട്സും എപ്പോൾ ഏത് സബ്ജക്റ്റ് പഠിക്കണം എന്ന് കൂടി ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ജൂൺ 3 നമ്മൾ മോർണിംഗ് സെക്ഷനിൽ കമ്പ്യൂട്ടർ ബേസിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടർ ബേസിക്സിൽ CPU, മെമ്മറി, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇൻസ്ട്രക്ഷൻസ് ഇൻ CPU, പിന്നെ ഇതിൻ്റെ CPU-ൻ്റെ ആർക്കിടെക്ചർ, ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ ബേസിക്സിൽ വരുന്നത്. ഇത് ജൂൺ 3 മോർണിംഗ് സെഷനിൽ പഠിക്കാം. കമ്പ്യൂട്ടർ ബേസിക്സ് ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഒരു 1 or 2 hours വെച്ച് അത് കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ജൂൺ 3 ഫസ്റ്റ് സെഷൻ കമ്പ്യൂട്ടർ ബേസിക്സ്. പിന്നെ ഈവനിങ് സെഷനിൽ ഓൾജിബ്ര ആണ്. ഓൾജിബ്ര മാത്സിൽ വരുന്ന ടോപ്പിക്കാണ്. മാത്സിൽ നിങ്ങൾക്ക് +1 +2 ബുക്സ് തന്നെ റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ജൂൺ 4 രാവിലെ ഡേറ്റ റെപ്രസെൻറ്റേഷൻ, ഈവനിങ് മെൻസുറേഷൻ. ഡേറ്റ റെപ്രസെൻറ്റേഷനിൽ നമ്പർ കൺവേർഷൻസ് ഒക്കെ ഉണ്ട്. നമ്പർ കൺവേർഷൻസ്, പിന്നെ 1's കോംപ്ലിമെൻറ്റ്, 2's കോംപ്ലിമെൻറ്റ്, ഇതെല്ലാം വരുന്നത് ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആ ഒരു ടോപ്പിക്കിലാണ്. പിന്നെ ഈവനിങ് സെഷൻ മെൻസുറേഷൻ പഠിക്കാം. മെൻസുറേഷനിൽ ഏരിയ കണ്ടുപിടിക്കുന്നത്, വോള്യൂം, പെരിമീറ്റർ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. പിന്നെ ജൂൺ 5 മോർണിംഗ് സെഷൻ ബൈനറി അരിത്മെറ്റിക്, ഈവനിങ് സെഷൻ ട്രിഗ്നോമെട്രി. ബൈനറി അരിത്മെറ്റിക്കിൽ നമുക്ക് അഡീഷൻ ഉണ്ട്. ബൈനറി നമ്പേഴ്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, പിന്നെ കെ മാപ്പ്, ബൂളിയൻ ഓൾജിബ്ര, വെൻ ഡയഗ്രാം, ട്രൂത്ത് ടേബിൾസ്, ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് ജൂൺ 5 മോർണിംഗ് പഠിക്കാം. ആൻഡ് ഈവനിങ് ട്രിഗ്നോമെട്രി. ട്രിഗ്നോമെട്രിയിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, പിന്നെ ട്രിഗ്നോമെട്രി റിലേറ്റഡ് ഫോർമുലാസ് ഒക്കെ പഠിക്കണം. പിന്നെ ജൂൺ 6 ഡിജിറ്റൽ ഫണ്ടമെൻ്റൽസ് ആണ്. അതിൽ നമ്മളുടെ ലോജിക് ഗേറ്റ്സ്, പിന്നെ സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, അതുപോലത്തെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ വരും. പിന്നെ ഈവനിങ് സെഷൻ കോർഡിനേറ്റ് ജോമെട്രി ആണ്. ഇതിൽ ഡിജിറ്റൽ ഫണ്ടമെൻ്റൽസ്, പിന്നെ ബൈനറി അരിത്മെറ്റിക്, ഡേറ്റ റെപ്രസെൻറ്റേഷൻ, ഇതിൻ്റെയൊക്കെ വീഡിയോസ് കുറച്ച് നമ്മളുടെ ചാനലിലുണ്ട്, അത് റെഫർ ചെയ്യാം. ദെൻ കോർഡിനേറ്റ് ജോമെട്രിയുടെയും കംപ്ലീറ്റ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ദെൻ ജൂൺ 7 മോർണിംഗ് DBMS ആണ്. പിന്നെ ഈവനിങ് പ്രോബ്ലം സോൾവിങ്. DBMSൻ്റെ കംപ്ലീറ്റ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി. DBMSൽ നോർമൽ ഫോംസിൽ നിന്ന് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ഷുവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക്. പിന്നെ പ്രോബ്ലം സോൾവിങ് ത്രൂ C പ്രോഗ്രാമിംഗ് ആണ്. ദെൻ ജൂൺ 8 രാവിലെ GK + ഇംഗ്ലീഷ് പഠിക്കാം. GK പഠിക്കാനുള്ള സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതിൽ ഓരോ മന്തിൻ്റെ കറണ്ട് അഫയേഴ്സും കിട്ടും. നിങ്ങളൊരു 2024 മെയ് ടു 2025 ഒരു ഫെബ്രുവരി ഉള്ള കറണ്ട് അഫയേഴ്സൊക്കെ പഠിച്ചിട്ട് പോവാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നത് ക്രിക്കറ്റ്, ഇതിൻ്റെയൊക്കെ പറ്റി കുറച്ച് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഈവനിങ് സെഷൻ ലോജിക്കൽ റീസണിങ് പഠിക്കാം. ദെൻ ജൂൺ 9
രാവിലെ CS മാത്സ് ഇതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പെർഫോം ചെയ്ത് നോക്കാം. മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അത് ട്രൈ ചെയ്യാം. പിന്നെ ലാസ്റ്റ് അതിൻ്റെ സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആൻസർ കീസ് നോക്കാം. ദെൻ ഈവനിങ് സെഷനിൽ ഇംഗ്ലീഷ് പഠിക്കാം. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് വീക്ക്. ഇനി സെക്കൻഡ് വീക്കിൻ്റെ നോക്കാം. സെക്കൻഡ് വീക്കിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 10th ആണ് ആൻഡ് എൻഡ് ആവുന്നത് ജൂൺ 16 ആണ്. ജൂൺ 10th മോർണിംഗ് സെഷൻ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പഠിക്കാം. ഈവനിങ് സെഷൻ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് രണ്ടും +2 ലെവൽ ടോപ്പിക്സ് ആയിരിക്കും. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റി രണ്ടും ബേസിക്സ് ആണ്. ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് മാത്രം പഠിച്ചാൽ മതി. ദെൻ ജൂൺ 11th രാവിലെ പ്രോഗ്രാമിംഗ്, അതിലുള്ള കൺട്രോൾസും ലൂപ്സ് ഇതൊക്കെ പഠിക്കാം, പ്രോഗ്രാമിംഗ് ബേസ് ചെയ്തിട്ടുള്ളത്. ഈവനിങ് സെഷനിൽ ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷിൽ മെയിൻലി ലൈക്ക് സിനോണിയംസ്, ആൻറ്റോണിയംസ് ഇതൊക്കെ കുറച്ച് പഠിക്കാം. ദെൻ ജൂൺ 12th ഡിജിറ്റൽ ലോജിക് ആണ്. അതിൽ ആൻഡ്, ഓർ, എക്സ്, ഓർ, ഗേറ്റ് അങ്ങനത്തെ ഗേറ്റ്സ് അതിൻ്റെ ട്രൂത്ത് ടേബിൾസ് ഒക്കെ ഉണ്ട്, അത് പഠിക്കാം. പിന്നെ ഈവനിങ് സെഷന് ക്വാണ്ടിലുള്ളതാണ് പസിൽ സോൾവിങ്. ദെൻ ജൂൺ 13th രാവിലെ DBMS അതിലുള്ള SQLൻ്റെ ബേസിക്സ് ഒക്കെ പഠിക്കാം. ആൻഡ് ഈവനിങ് സെഷൻ ഇംഗ്ലീഷ്, അതിൽ ഗ്രാമർ കറക്ഷൻ അതൊക്കെ പഠിക്കാം. ദെൻ ജൂൺ 14th CS ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു പ്രാക്ടീസ് പോലെ ചെയ്ത് നോക്കാം. പിന്നെ ഈവനിങ് സെക്ഷനിൽ മാത്സിൻ്റെ പ്രാക്ടീസ് ചെയ്യാം. ദെൻ ജൂൺ 15th ഫുൾ മോക്ക് ടെസ്റ്റ്. ഇതുവരെ നിങ്ങൾ പഠിച്ച മാത്സ്, ക്വാണ്ട്, CS ഇതെല്ലാം വെച്ചിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈവനിങ് സെഷനിൽ GK പഠിക്കാം. പിന്നെ ജൂൺ 16th ഇതുവരെ പഠിച്ച എല്ലാത്തിൻ്റെയും ഒരു റിവിഷൻ പോലെ എല്ലാം ജസ്റ്റ് ഒന്ന് റീഡാക്കി വെക്കാം. ആൻഡ് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു ചെറിയ പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അത് നമുക്ക് റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ തേർഡ് വീക്ക് ജൂൺ 17 to ജൂൺ 23 ആണ്. അപ്പോൾ ജൂൺ 17th രാവിലെ ബൈനറി ലോജിക്ക് പഠിക്കാം, ബൈനറി ലോജിക്കിൻ്റെ റിവിഷൻ. പിന്നെ ഈവനിങ് ടൈം ട്രിഗ്നോമെട്രി പ്രാക്ടീസ് ആയിരിക്കണം. പിന്നെ ജൂൺ 18th പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള MCQs ഒക്കെ നോക്കാം. ഈവനിങ് ടൈം ഗ്രാമർ പ്ലസ് വൊക്കാബുലറി, അത് ഇംഗ്ലീഷിലുള്ളതാണ്. ദെൻ ജൂൺ 19th ഇതിൽ ഡേറ്റ സ്ട്രക്ചർ എന്നാണ് കൊടുത്തേക്കുന്നത്. അത് ഡേറ്റ സ്ട്രക്ചർ അല്ല. നമ്മളിപ്പോൾ പ്രോബ്ലം സോൾവിങ് എടുക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഇല്ലേ, ഓരോ പ്രോബ്ലമും നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ അൽഗോരിതംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അൽഗോരിതം ഒന്നും കംപ്ലീറ്റ് പഠിക്കേണ്ട. ഓരോ പ്രോബ്ലമും ഏത് അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് അത് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 8 ക്വൻസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യണം, അതിന് യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്താണ്, ഇങ്ങനെ ഓരോ പ്രോബ്ലത്തിൻ്റെയും അൽഗോരിതം നോക്കാം. പിന്നെ ഈവനിങ് ടൈം പ്രോബബിലിറ്റി ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ജൂൺ 20th രാവിലെ ആപ്റ്റിറ്റ്യൂഡാണ്. പിന്നെ ഈവനിങ് GK ഇതുവരെ പഠിച്ചതിന് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ. പിന്നെ ജൂൺ 21st നമ്മൾ പഠിച്ച എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരു മോക്ക് ടെസ്റ്റ്. ഈവനിങ് സെഷനിൽ നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കാം. ജൂൺ 22nd കമ്പ്യൂട്ടർ മാത്രം റിവൈസ് ചെയ്യാം. ഇതുവരെ പഠിച്ച കമ്പ്യൂട്ടർ മൊത്തം ഒന്ന് റിവൈസ് ചെയ്യാം. ആൻഡ് ഈവനിങ് സെഷനിൽ മാത്സ്, അതിലുള്ള ഫോർമുലാസ് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. പിന്നെ ജൂൺ 23 ഫുൾ സബ്ജക്റ്റ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ ഈവനിങ് ഒന്നും ചെയ്യേണ്ട. ദെൻ വീക്ക് 4 ജൂൺ 24 to 28 വരെയാണുള്ളത്. അപ്പോൾ ജൂൺ 24 CS ഫൈനൽ റിവിഷനും ഈവനിങ് ടൈം ആപ്റ്റിറ്റ്യൂഡിൻ്റെ പ്രാക്ടീസും ചെയ്യാം. ജൂൺ 25 മോർണിംഗ് ഒരു ഫുൾ ലെന്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഈവനിങ് ആ മോക്ക് ടെസ്റ്റിനെ അനലൈസ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അതൊക്കെ നോക്കാം. പിന്നെ ജൂൺ 26 ഇംഗ്ലീഷ് GK ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഈവനിങ് ടൈം മാത്സ് ക്വിസ് അറ്റൻഡ് ചെയ്യുക. ജൂൺ 27 റിവിഷൻ മാത്സ് പ്ലസ് CS ഇതിൻ്റെ ഒരു റിവിഷൻ. പിന്നെ ഈവനിങ് ടൈം ഒന്നും ചെയ്യണ്ട. പിന്നെ ജൂൺ 28 മോർണിംഗ് ചെറുതായിട്ടൊന്ന് എല്ലാം നോക്കി വെച്ചിട്ട് പോവുക. പിന്നെ ജൂൺ 28 നേരത്തെ ഉറങ്ങുക. പിന്നെ ജൂൺ 29 നമ്മളുടെ എക്സാം വരുന്നത്. ഓൾ ദി ബെസ്റ്റ്.